യോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലോട്ടാണ്. വയനാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ലീവ് കഴിയാൻ ആകെ 8-9 ദിവസമുള്ളൂ. അപ്പോൾ ഇന്നലത്തെ ബന്ദിപൂർ ട്രിപ്പിനിടയ്ക്ക് പറ്റിയതാണിത്. ആരിഫിന്റെ ഫോണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഇടയ്ക്ക് പൊട്ടിപ്പോയി. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ദിസ് വിൽ നോട്ട് ഹാപ്പൻ അഗൈൻ. എന്തായാലും നമുക്ക് വയനാട് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. കോഴിക്കോടേക്ക് ഇവിടെ ചുരം വിടുന്നുണ്ടോ? സഫാൻ എത്ര ഇതില് ഇവിടെ വയനാട്ടിലെ എല്ലാ സംഗതികളും ഉണ്ട്. എന്തൊക്കെയാ? ചെമ്പറ പീക്ക്, പൂക്കോട് ലേക്ക്, വ്യൂ പോയിന്റ്, സൂചിപ്പാറ. അതിലേതാ ഏറ്റവും നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റാ? ഇജ്ജ് പറയും പോലെ കാര്യങ്ങള് എല്ലാ സ്ഥലത്തും പോകണമെന്നാണ് എന്റെ. അങ്ങനെ 1000 കൊല്ലി ജുമാ മസ്ജിദിൽ നിസ്കരിച്ചിട്ട് നേരെ പോകുന്നത് ഫാൻറ്റം റോക്കിലോട്ടാണ്. ഇവിടെ ആകെ 1 കിലോമീറ്ററോളം എന്നാ പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു ഫാൻറ്റം റോക്ക്. സമയം തീരെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഫാൻറ്റം റോക്കിലോട്ട് ഓടിക്കയറാൻ തീരുമാനിച്ചു. ആ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. ഒരു കല്ലിൻ്റെ മേലെ വലിയൊരു പാറ, അത്രേ ഉള്ള സംഭവം. ഈ ഓടിച്ചാടി വരാൻ മാത്രം വലിയൊരു സംഗതി ഒന്നല്ല. എന്നാലും നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് താഴോട്ട് നല്ലൊരു വ്യൂ ആണ്. നമുക്ക് നല്ല ക്ലിക്സ് ഒക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റിയ അടിപൊളിയായിരിക്കും. സൂചിപ്പാറ എത്തി. പാർക്ക് ചെയ്തിട്ട് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്. 59 രൂപയാട്ടോ ഇവിടെ ടിക്കറ്റ്. അതിരപ്പള്ളിയിൽ എത്ര ആയിരുന്നു? 25. അതിനെക്കാട്ടി വലിയ ഫാളാണ് നോക്കിയിട്ട് വരുന്നത്. ഒരു കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ. അത് നടന്നിട്ട് എത്തുന്നില്ല. അത് കുറേ ഉണ്ട്. അവർക്ക് എണ്ണ തെറ്റിയതെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ കോട ഇറങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. എത്രയായി തോന്നുന്നു.
അടിപൊളി. വെള്ളം നിറയുള്ള കാരണം കൊണ്ട് അധികം ആൾക്കാരുടെ ഉള്ളിൽ വിടുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം തന്നെ അല്ലെങ്കിൽ ഇതുവരെ വിടുന്നുള്ളൂ. അപ്പോൾ മേലെ നിന്ന് ഞങ്ങൾ പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് ഞാനിതാ ഈ പാറിൻ്റെ മേലെ കയറി നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു ഉപയോഗം, അടിപൊളി. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, മരം കൊണ്ട് ചെയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പക്ഷേ തിരിച്ചു കയറുമ്പോഴാണ് നമ്മൾ ശരിക്കും ടയേർഡാവുക. നമുക്കിവിടെ റിലാക്സായി ഇരിക്കാൻ പറ്റും. കണ്ടില്ലേ? എന്തായാലും സംഗതി അടിപൊളി കിടിലൻ വെള്ളച്ചാട്ടമാണ്. അടിപൊളിയായിട്ടുണ്ട്, മൊത്തത്തിൽ ഉഷാറായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അകത്തേക്ക് വിട്ടാക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് മഴ പെയ്തതിൻ്റെ ശേഷം നല്ല വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാരണം കൊണ്ട് ഉള്ളിലേക്ക് വിടുന്നില്ല. അല്ലെങ്കിലൊക്കെ പോയിട്ട് ഒന്ന് കുളിച്ച് ഉഷാറായി വരായിരുന്നു. എന്തായാലും സംഗതി ഉഷാറായി. ഓക്കെ ഗൈസ്, അപ്പോൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാടിലോട്ട് ഷാനാസിന്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബന്ദിപ്പൂരിൽ നിന്ന് നേരത്തെ വന്നെങ്കിലും ഞങ്ങൾക്ക് വയനാട്ടിൽ ആകെ 2 സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഒരു ഫാൻറ്റം റോക്കും പിന്നെ സൂചിപ്പാറയും. ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഒന്ന് എടക്കൽ കേവും സൂചിപ്പാറയായിരുന്നു. പക്ഷെ എടക്കൽ കേവ് നടക്കാൻ ഒരുപാടുള്ള കാരണം കൊണ്ട്, സമയമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നു. എന്തായാലും വയനാടിന്റെ ഒരു അംശം പോലും കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ പള്ളിയിലും കുറേ സമയം സ്പെൻഡായി. പിന്നെ വയനാട്ടിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. 20 കിലോമീറ്റർ, 19 കിലോമീറ്റർ, അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഫുള്ള് കവർ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളും ഒരുവിധം 5 മണിയോടെ ക്ലോസ് ആവുകയും ചെയ്യും. ഇപ്പം തന്നെ ഓൾറെഡി 4:30, 4:45. സോ ഞങ്ങൾ പാലക്കാടോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും വയനാട് ഉഷാറാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.